ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മേരെ ദുനിയാ കെ തമാം ബच्चे എന്ന ലെസന്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആക്ടിവിറ്റി നോക്കാം. കവിത പഠേ और इन प्रश्नों पर विचार करें. കവിത വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. വിചാർ കരേ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിനെ പറ്റി തിങ്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഇത് ആൻസർ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, യ കവിത കിസ്കെ സംബന്ധ് മേ ഹെ. ഈ കവിത ആരെ പറ്റിയാണ്? അതിൻ്റെ ആൻസർ, യ കവിത ബച്ചോं के संबंध में है. ഈ കവിത കുട്ടികളെ പറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കവിത മേ വോ കാ പ്രयोग കിസ് സന്ദർഭ് മേ ഹെ. കവിതയിൽ വോ എന്ന വാക്കിൻ്റെ പ്രയോഗം ഏത് സന്ദർഭത്തിലാണ്? വോ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. അതിൻ്റെ ആൻസർ, जिन संदर्भों में विश्व में बदलाव लाने के बारे में बताया गया है उन संदर्भों में वो का प्रयोग हुआ है. ഏതൊക്കെ സന്ദർഭങ്ങളിലാണോ ലോകത്തിൽ മാറ്റം വരുത്തുന്നതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ആ സന്ദർഭങ്ങളിലൊക്കെ വോ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കവിത കെ ബच्चे കിസ്കാ പ്രതിനിധിത്വ കർത്തേ ഹെ. കവിതയിൽ കുട്ടികൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? കവിത കെ ബच्चे ആനെ വാലി പീഢി കെ പ്രതിനിധി ഹെ. കവിതയിലെ കുട്ടികൾ അടുത്ത തലമുറയുടെ പ്രതിനിധികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കവിത മേ തും കിൻ കിൻ കി ഓർ ഇഷാര കർത്താ ഹെ. കവിതയിൽ തും എന്ന് പറയുന്നത് ആരെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? യഹ് ആജ് കെ ലോഗോं की ओर इशारा करता है जो युद्ध से दूसरों को नुकसान पहुंचाते हैं. യുദ്ധത്തിലൂടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഇപ്പോഴത്തെ മനുഷ്യരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആക്ടിവിറ്റി, ഇസ് മുഹാവറെ കാ മത്ലബ് ക്യാ ഹെ. താഴെ കൊടുത്തിരിക്കുന്ന മുഹാവര അതായത് പദപ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ദാവ ബോൽന എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുക എന്നാണ്. അതിന് ഹിന്ദിയിൽ പറയുന്നത് ഹംല കർണ എന്നാണ്. അടുത്തത്, കവിത കെ ഇൻ പ്രയോഗോ സെ ആപ്നെ ക്യാ സംജ. താഴെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്, അത് കവിതയിലുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായെന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തേത്, പെൻസിൽ കി നോക്ക് രഗഡ്ന. പെൻസിലിൻ്റെ മുന ഒരയ്ക്കുക. അപ്നെ സർഗാത്മകത കോ പ്രകട് കർണ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കുട്ടികൾ അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. അടുത്തത്, കുത്തോ സെ ബത്തിയാന. നായ്ക്കളോട് സംസാരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സഹജീവിയോ സെ പ്യാർ കർണ. നമ്മുടെ സഹജീവികളോട് സ്നേഹം കാണിക്കുക. അടുത്തത്, ടാങ്കോ മേ ബാലു ഭർണ. യുദ്ധത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ടാങ്കുകളിൽ മണൽ നിറയ്ക്കുക. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് യുദ്ധ കെ വിരുദ്ധ കദം ഉഠാന. യുദ്ധത്തിനെതിരെ പ്രവർത്തിക്കുക. അടുത്തത്, പേടോ പർ ഘോസ്ല ബനാന. മരങ്ങളിൽ കൂടുണ്ടാക്കുക. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് പേടോ കോ കാട്ട്നെ കെ ബജായ് വൻ കാ സംരക്ഷൺ കർണ. മരങ്ങൾ വെട്ടിത്തെളിക്കുന്നതിന് പകരം വനം സംരക്ഷിക്കുക. അടുത്തത്, കവിത കെ ക്രിയാപദോं की सूची बनाएं. जैसे जमा होंगे, जाएंगी, बतियाएंगे. ഈ കവിതയിലുള്ള വേർബ്സിനെ എല്ലാം എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചില വേർബ്സിനൊക്കെ ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനിയും നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഞാൻ എഴുതിയിട്ടുള്ളത് ദബാ ദേങ്കെ, ഖോ ദേങ്കെ, കോഷിഷ് കരേങ്കെ, കഹേങ്കെ. ഇതൊക്കെയാണ്. താഴെ ഒരു ക്വസ്റ്റ്യനും കൂടി കൊടുത്തിട്ടുണ്ട്. യഹാ ക്രിയ കെ കിസ് കാൽ കി സൂചന ഹെ. ഇവിടെ ഏത് ടെൻസിലാണ് ഈ വേർബ്സ് എല്ലാം എഴുതിയിട്ടുള്ളത്? ഫ്യൂച്ചർ ടെൻസിലാണ് അല്ലേ. ജായെങ്കെ പോകും, ബത്തിയായെങ്കെ സംസാരിക്കും, ജമാ ഹോങ്കെ ഒത്തുചേരും. അപ്പോൾ ഇതിലെല്ലാം ഫ്യൂച്ചർ ടെൻസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആൻസർ ഭവിഷ്യത് കാലാണ്. അടുത്തത്, അനുഭവ് ബതായേ. കവിത की कौन सी पंक्तियाँ आपको ज़्यादा अच्छी लगी और क्यों. ഈ കവിതയിലെ ഏത് വരികളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതിൻ്റെ കാരണവും എഴുതണം. എനിക്കിഷ്ടപ്പെട്ടൊരു വരിയും അതിൻ്റെ കാരണവും ഞാൻ എഴുതിയിട്ടുണ്ട്. वो तुम्हारी टैंकों में बालू भर देंगे एक दिन और तुम्हारी बंदूकों को मिट्टी में गहरा दबा देंगे. അവർ ഒരു ദിവസം നിങ്ങളുടെ ടാങ്കുകളിൽ മണൽ നിറയ്ക്കും, നിങ്ങളുടെ തോക്കുകളെല്ലാം മണ്ണിനടിയിൽ കുഴിച്ചിടും. मुझे यह पंक्ति पसंद आई क्योंकि यहाँ युद्ध विरुद्धता का संदेश मिलता है. എനിക്ക് ഈ വരി ഇഷ്ടപ്പെട്ടത് ഇവിടെ യുദ്ധവിരുദ്ധതയുടെ സന്ദേശം ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അടുത്തത്, കവിത കിസ് പ്രകാർ കി ദുനിയാ കി കൽപ്പന കർത്തി ഹെ. ഈ കവിതയിൽ എങ്ങനെയുള്ള ലോകത്തെയാണ് സങ്കല്പിക്കുന്നത്? കവിത एक ऐसी दुनिया की कल्पना करती है जहाँ हर जगह प्यार फैली हो, जहाँ किसी को किसी से भी नफरत न हो.
എല്ലാവരുടെയും സ്നേഹം മാത്രമുള്ള ഒരു ലോകമാണ് ഈ കവിതയിലൂടെ നമ്മൾ കാണുന്നത്. ആർക്കും ആരോടും വെറുപ്പില്ലാത്ത ഒരു ലോകം. അടുത്തത് ആസ്വാദൻ ടിപ്പണി ലിഖേ. മേരി ദുനിയ കെ തമാം ബच्चे കവിത കി വിശ്ലേഷണാത്മക് ടിപ്പണി ലിഖേ. മേരി ദുനിയ കെ തമാം ബच्चे എന്ന കവിതയെ പറ്റിയിട്ട് ഒരു ടിപ്പണി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മേരി ദുനിയ കെ തമാം ബच्चे പ്രസിദ്ധ കവി അദ്നാൻ കഫീൽ ദർവേഷ് കി ഹൈ. മേരി ദുനിയ കെ തമാം ബच्चे എന്നുള്ള കവിത ഫേമസ് ആയിട്ടുള്ള പോയറ്റ് ദർവേഷ് എന്ന പെന്നേമുള്ള അദ്നാൻ കഫീലിൻ്റേതാണ്. ഉन्होंने बच्चों की मासूमियत, उनके अधिकारों और उनके उज्ज्वल भविष्य की कल्पना को बहुत ही मार्मिकता से प्रस्तुत किया है. അദ്ദേഹം കുട്ടികളുടെ ഇന്നസെൻസ്, അവരുടെ അധികാരങ്ങൾ, പിന്നെ അവരുടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഇമാജിനേഷൻസ് ഒക്കെ വളരെ ഹൃദയസ്പർശിയായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. कवि चाहते हैं कि हर बच्चा शिक्षा, प्यार और सुरक्षा का अधिकार पाए, चाहे वो किसी भी देश, जाति या वर्ग से हो. കവി ആഗ്രഹിക്കുന്നത് എല്ലാ കുട്ടിക്കും വിദ്യാഭ്യാസം, സ്നേഹം, സുരക്ഷ, ഈ അധികാരങ്ങളൊക്കെ ലഭിക്കണമെന്നാണ്. ആ കുട്ടി ഏത് രാജ്യക്കാരനായാലും, ഏത് ജാതിയിൽ നിന്നായാലും, ഏത് വർഗത്തിൽപ്പെട്ടവനായാലും ഇതെല്ലാം ലഭിക്കണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്. आज के समय में जब दुनिया में कई बच्चे अभाव, युद्ध, गरीबी और भेदभाव से जूझ रहे हैं, यह कविता अत्यंत प्रासंगिक है. കുറേ കുട്ടികൾ ദാരിദ്ര്യം, വിവേചനം, യുദ്ധം കാരണമുള്ള പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കുന്ന ഈ കാലത്ത് ഈ കവിത വളരെ പ്രാസംഗികമാണ്. यह हमें सोचने पर मजबूर करती है कि हम किस तरह की दुनिया में जी रहे हैं. ഈ കവിത നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു നമ്മൾ ഏത് തരത്തിലുള്ള ലോകത്താണ് ജീവിക്കുന്നത് എന്ന്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.